Hello students, നമുക്കപ്പോൾ നെക്സ്റ്റ് പ്രോബ്ലം നോക്കാം. ഫൈൻഡ് ലിമിറ്റ് n tends to infinity n factorial by n raised to n. n factorial എന്താ ഡെഫിനേഷൻ എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ അല്ലേ. 1 × 2 × 3 × എക്സെട്ര അപ് ടു n. അപ്പോൾ ഇതാണ് നമുക്ക് സീക്വൻസ് തന്നിരിക്കുന്നത്. an തന്നിരിക്കുന്നത് n factorial by n raised to n ആണ്. നമുക്കതിലെ ഫസ്റ്റ് കുറച്ച് ടേംസ് എഴുതി നോക്കാം അതെങ്ങനെയാണ് വരുന്നതെന്ന് അറിയാനായിട്ട്. a1 എന്ന് പറയുമ്പോൾ 1 factorial by 1 raised to 1, that is 1 ആണ് വരിക. a2 2 factorial by 2 raised to 2, that is 1 into 2 by 2 into 2. a3 equal to 3 factorial by 3 raised to 3, അപ്പോൾ 1 into 2 into 3 by 3 into 3 into 3. അപ്പോൾ ആ രീതിയിലാണ് ടേംസ് വരുന്നത്. അങ്ങനെയാണെങ്കിൽ nth ടേം an is equal to n factorial by n raised to n എന്ന് വെച്ചാൽ 1 into 2 into 3 into എക്സെട്ര n minus 1 into n divided by n into n into n into എക്സെട്ര n times അല്ലേ. അപ്പോൾ അത് ഓരോന്നിനെയും നമുക്ക് n by n, n minus 1 by n, n minus 2 by n എക്സെട്ര എക്സെട്ര 3 by n, 2 by n, 1 by n അങ്ങനെ കുറച്ച് ടേംസ് ആയിട്ട് n ടേംസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. ഓരോന്നിനും മുകളിലും n ടേംസ് ഉണ്ട്, ഡിനോമിനേറ്ററിലും n ടേംസ് ഉണ്ട്. അപ്പോൾ അതിനെ നമുക്കിങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. ദാറ്റ് ഈസ് ലെസ് ദൻ ഓർ ഈക്വൽ ടു 1 by n. ഇവിടെ നോക്കി ലാസ്റ്റ് ടേം 1 by n ആണ് വരുന്നത്. ദാറ്റ് ഈസ് ലെസ് ദൻ ഓർ ഈക്വൽ ടു 1 by n. കാരണം ഇവിടെ ഡിനോമിനേറ്ററിൽ നിറയെ ടേംസ് ഉണ്ട് n-ൻ്റെ. ഇവിടെ 1 by n എന്ന് പറഞ്ഞാൽ അതിനേക്കാളെല്ലാം ഡിനോമിനേറ്റർ ചെറുതാണ്. അപ്പോൾ ഇത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 by n ആയിരിക്കും. അപ്പോൾ വി ഹാവ് 0 ലെസ് ദാൻ an ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 by n. മാത്രമല്ല 1 by n ലിമിറ്റ് നമുക്ക് 0 ആണെന്നറിയാം അല്ലേ. അപ്പോൾ സാൻഡ്വിച്ച് തിയറത്തിൻ്റെ ആ റിമാർക്കിൽ പറഞ്ഞത് പ്രകാരം ഇതിൻ്റെ മോഡുലസ് വാല്യൂ എടുത്താൽ ഇത് പോസിറ്റീവ് നമ്പേഴ്സ് ആയതുകൊണ്ട് മോഡുലസ് വാല്യൂ എടുത്താൽ മോഡ് an തന്നെയാണ് കിട്ടുക. അപ്പോൾ മോഡ് an ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സം cn അല്ലെങ്കിൽ സം bn എന്നുള്ള ഫോമിലാണ് ഇപ്പോൾ എടുക്കുന്നത് റിമാർക്കിൽ പറഞ്ഞ പോലെ. അപ്പോൾ ഇതിൽ ഇവിടെയുള്ളതിൻ്റെ ലിമിറ്റ് 0 ആയതുകൊണ്ട് ഇപ്പുറത്തുള്ള ഈ സീക്വൻസിൻ്റെ ലിമിറ്റും 0 തന്നെ ആയിരിക്കും. ഓക്കെ, അപ്പോൾ സാൻഡ്വിച്ച് തിയർ അപ്ലൈ ചെയ്യുന്ന അതുപോലെ തന്നെ അതിൽ റിമാർക്ക് അപ്ലൈ ചെയ്യുന്ന കുറേ പ്രോബ്ലംസ് ആയി ഇപ്പോൾ ചെയ്യുന്നു. അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആണ്. ചില സീക്വൻസിൻ്റെ ലിമിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് അതന്നെ യൂസ് ചെയ്യേണ്ടി വരും. അടുത്ത തിയറം നോക്കാം. തിയറം 4, ലിമിറ്റ് n tends to infinity മോഡ് an ഈക്വൽ ടു 0 ദെൻ ലിമിറ്റ് n tends to infinity an is ഈക്വൽ ടു 0. ഒരു സീക്വൻസിൻ്റെ മോഡുലസ് വാല്യൂവിൻ്റെ സീക്വൻസ് എടുത്തിട്ടുണ്ട് എങ്കിൽ അതിൻ്റെ ലിമിറ്റ് 0 ആണ് എങ്കിൽ ഒറിജിനൽ സീക്വൻസിൻ്റെയും ലിമിറ്റ് 0 ആയിരിക്കും. അപ്പോൾ അതിൻ്റെ ഒരു പ്രോബ്ലം ഫൈൻഡ് ലിമിറ്റ് n tends to infinity -1 ഹോൾ റേസ് ടു n ഡിവൈഡഡ് ബൈ n. അപ്പോൾ നമുക്കിതിൻ്റെ മോഡുലസ് വാല്യൂ -1 ഹോൾ റേസ് ടു n എന്ന് പറയുമ്പോൾ നമുക്ക് പ്ലസും മൈനസും ഓൾട്ടർ ചെയ്ത് വരുന്ന ഒരു സീക്വൻസ് ആണിത്. അപ്പോൾ ഇതിൻ്റെ മോഡുലസ് വാല്യൂവിൻ്റെ ലിമിറ്റ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. ദാറ്റ് ഈസ് ലിമിറ്റ് n tends to infinity മോഡുലസ് വാല്യൂ ഓഫ് -1 ഹോൾ റേസ് ടു n ഡിവൈഡഡ് ബൈ n. അപ്പോൾ -1 ഹോൾ റേസ് ടു എൻ്റെ മോഡുലസ് വാല്യൂ എടുക്കുമ്പോൾ 1 തന്നെയാണ് വരിക. അപ്പോൾ ഇത് ലിമിറ്റ് n tends to infinity 1 by n. അതിൻ്റെ ലിമിറ്റ് നമുക്ക് 0 ആണെന്നറിയാം. അപ്പോൾ ഇതിൻ്റെ ലിമിറ്റ് 0 ആയതുകൊണ്ട് ഈ തിയറം പ്രകാരം ലിമിറ്റ് n tends to infinity -1 ഹോൾ റേസ് ടു n ഡിവൈഡഡ് ബൈ n-ഉം 0 തന്നെയായിരിക്കും. അതിൻ്റെ ലിമിറ്റും 0 തന്നെയായിരിക്കും. ഓക്കെ, നെക്സ്റ്റ് പ്രോബ്ലം. നെക്സ്റ്റ് ഒരു തിയറാണ്. അതും അതേ ലിമിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഒരു തിയറാണ്. സ്റ്റേറ്റ്മെൻറ്റ്: ഇഫ് ലിമിറ്റ് n tends to infinity an is equal to L and the function f is continuous at L, then limit n tends to infinity f of an is equal to f of limit n tends to infinity an which is equal to f of L. ഇതാണ് തിയറം പറയുന്നത്. അതായത് ഇവിടെ ഒരു സീക്വൻസും ഉണ്ട്, അതുപോലെ ഒരു ഫംഗ്ഷനും ഉണ്ട്. സീക്വൻസും ഫംഗ്ഷനും കൂടിയാണ് നമുക്ക് വരുന്നത്. അപ്പോൾ സീക്വൻസിൻ്റെ ലിമിറ്റ് L ആണെന്ന് തന്നിട്ടുണ്ട്. അതുപോലെ എഫ് L എന്ന് പറയുന്ന പോയിന്റിൽ എഫ് കണ്ടിന്യൂസ് ആയിരിക്കണം എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ രണ്ട് കണ്ടീഷൻസ് ഹോൾഡ് ചെയ്യുന്നുണ്ട് എങ്കിൽ ലിമിറ്റ് n tends to infinity എഫ് ഓഫ് an കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് എഫ് ഓഫ് ലിമിറ്റ് n tends to infinity an എന്താണോ അത് കാൽക്കുലേറ്റ് ചെയ്താൽ മതി. ദാറ്റ് ഈസ് എഫ് ഓഫ് L എന്താണോ അത് കാൽക്കുലേറ്റ് ചെയ്താൽ മതി എന്നാണ് തിയറത്തിൽ പറയുന്നത്. ഒരു പ്രോബ്ലം: ഷോ ദാറ്റ് റൂട്ട് ഓഫ് n+1 ബൈ n കൺവേർജസ് ടു 1. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ലിമിറ്റ് n tends to infinity റൂട്ട് ഓഫ് n+1 ബൈ n ഈസ് 1 എന്നുള്ളതാണ് പ്രൂവ് ചെയ്യാനായിട്ടുള്ളത്.
അപ്പോൾ റൂട്ടിൻ്റെ ഉള്ളിൽ വരുന്ന ആ ടേം n+1/n എന്നുള്ള ആ ടൈമിനെ മാത്രം എടുക്കുകയാണെങ്കിൽ n+1/n, രണ്ട് ന്യൂമറേറ്ററിലും അതെ ഡിനോമിനേറ്ററിലും അത് n ഉണ്ട്, രണ്ടിൽ നിന്നും n ഔട്ട്സൈഡ് എടുത്ത് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി നമുക്ക് 1+1/n ആണ് ഉണ്ടാവുക. 1+1/n. അപ്പോൾ ഇതിൻ്റെ ലിമിറ്റ് എടുത്താൽ ലിമിറ്റ് n → ∞ 1+1/n ഈസ് ലിമിറ്റ് n → ∞ 1 പ്ലസ് ലിമിറ്റ് n → ∞ 1/n. 1/nൻ്റെ ലിമിറ്റ് നമുക്ക് 0 ആണെന്നറിയാം. അതുകൊണ്ട് ഇതിൻ്റെ ലിമിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് 1 ആയിരിക്കും. സോ ദിസ് ടെൻസ് ടു 1 ആസ് n ടെൻസ് ടു ഇൻഫിനിറ്റി. ഇനി നമുക്ക് ഫംഗ്ഷൻ എടുക്കണം. ഫംഗ്ഷനെ ഇവിടെ നമ്മൾ ഈ ടേം മാത്രമല്ലേ എടുത്തുള്ളൂ. ഫംഗ്ഷനെ അപ്പോൾ f(x) √x എന്ന് എടുക്കുകയാണ് എങ്കിൽ ഇത് f(a) എന്നുള്ള ഫോമിലായിരിക്കും. തന്നിരിക്കുന്ന സീക്വൻസ് നമുക്ക് f(a) എന്നുള്ള ഫോമിൽ എഴുതാം. f(x) √x എന്നുള്ള ഫംഗ്ഷൻ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ. അപ്പോൾ ഇതിലൊരു ടേം a(നും നമ്മൾ സെലക്ട് ചെയ്യണം. പിന്നെ അവിടെ നമ്മൾ ഏതാണോ ഫംഗ്ഷൻ ആവശ്യം വരുന്നത് ആ ഫംഗ്ഷനെയും നമ്മൾ ഡിഫൈൻ ചെയ്യണം. ഇനി നമുക്ക് ചെക്ക് ചെയ്യാനുള്ളത് ഈ ഫംഗ്ഷൻ ഈ എല്ലിൽ, ഇവിടുത്തെ എൽ എന്ന് പറഞ്ഞാൽ 1 ആണ് അല്ലേ വാല്യൂ, ഈ 1ൽ ഈ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണോ എന്ന് ചെക്ക് ചെയ്യണം. f(x) √x ആണ് നമ്മുടെ ഫംഗ്ഷൻ. അപ്പോൾ എൽ എന്ന് പറഞ്ഞാൽ 1 ആണ്. 1ൽ f(1) എന്ന് പറഞ്ഞാൽ √1 ആണ് വാല്യൂ വരുന്നത്. അപ്പോൾ f(1)ഉം =√1 എന്നുള്ള 1ൽ ഈ ഫംഗ്ഷൻ നമുക്ക് കണ്ടിന്യൂസ് ആണ് എന്ന് കിട്ടും. സ്ക്വയർ റൂട്ട് ഫംഗ്ഷനാണ്, അത് നമുക്ക് കണ്ടിന്യൂസ് ആണ് എന്ന് കിട്ടും. അപ്പോൾ ആ തിയറം പ്രകാരം നമുക്ക് ലിമിറ്റ് n → ∞ f(an) കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ലിമിറ്റ് n → ∞ an എന്താണോ കാൽക്കുലേറ്റ് ചെയ്താൽ മതി. അതായത് f(l) എന്താണെന്ന് വെച്ചാൽ അത് കാൽക്കുലേറ്റ് ചെയ്താൽ മതി. ഇതിൻ്റെ ലിമിറ്റ് f(l) എന്ന് പറഞ്ഞാൽ f(1) ആണ് വരിക. ദാറ്റ് ഈസ് √1 1ലേക്കാണ് ഈ സീക്വൻസ് കൺവേർജ് ചെയ്യുന്നതെന്ന് പ്രൂവ് ചെയ്യാനായിട്ട് പറ്റും. തിയറം യൂസ് ചെയ്തിട്ടുണ്ട് എങ്കിൽ നമുക്ക് കൺവേർജൻസ് പ്രൂവ് ചെയ്യാം. അതുപോലെ തന്നെ പ്രോബ്ലമാണ് നെക്സ്റ്റ് വരുന്നത്. ഫൈൻഡ് ലിമിറ്റ് n → ∞ e⁻sin 1/n. e⁻sin 1/nൽ ഒരു ടേം n വരുന്ന ടേം an ആയിട്ട് എടുക്കുക. അതുപോലെ തന്നെ ഫംഗ്ഷൻ എഫിനെയും ഡിഫൈൻ ചെയ്യണം. അപ്പോൾ ഇവിടെ an ആയിട്ട് sin 1/n an ആയിട്ട് സെലക്ട് ചെയ്യാം. sin 1/n എന്ന് പറയുമ്പോൾ അതിൻ്റെ ലിമിറ്റ് എടുത്താൽ ലിമിറ്റ് n → ∞ sin 1/n = 0 ആണ് എന്ന് നമുക്ക് കിട്ടും. അപ്പോൾ 0 ആയതുകൊണ്ട് ഇവിടെ ഫംഗ്ഷനായിട്ട് നമ്മൾ e⁻x എടുത്തിട്ടുണ്ട് എങ്കിൽ f(a) എന്നുള്ള രീതിയിൽ ഈ തന്നിരിക്കുന്ന സീക്വൻസ് e⁻sin 1/n വന്നോളും. മാത്രമല്ല ഇനി നമുക്ക് ഈ ഫംഗ്ഷൻ f 0ൽ കണ്ടിന്യൂസ് ആണോ എന്നുള്ളതും കൂടി അറിയണം. അപ്പോൾ സൈൻ 0ൽ കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യുമ്പോൾ e⁻0 ആണ് വരുന്നത്. e⁻0 പറയുമ്പോൾ 1 ആണ്. അപ്പോൾ അവിടെ നമുക്ക് 0ൽ കണ്ടിന്യൂറ്റി ഉണ്ട്. എക്സ്പോണൻഷ്യൽ ഫംഗ്ഷന് 0ൽ കണ്ടിന്യൂറ്റി എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ലിമിറ്റ് n → e⁻sin 1/n കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ലിമിറ്റ് n → sin 1/n കാൽക്കുലേറ്റ് ചെയ്താൽ മതി. ദാറ്റ് ഈസ് e⁻0 കാൽക്കുലേറ്റ് ചെയ്താൽ മതി. ദാറ്റ് ഈസ് ഈക്വൽ ടു 1 ആണ് എന്ന് കിട്ടും. വാല്യൂ 1 എന്ന് കിട്ടും. ഓക്കെ. ഹലോ സ്റ്റുഡൻസ്, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് മോണോട്ടോണിക് സീക്വൻസ് എന്താണെന്നുള്ളത് നോക്കാം. ഒരു സീക്വൻസ് എന്താണെന്നുള്ളത് എല്ലാവർക്കും അറിയാലോ. അപ്പം മോണോട്ടോണിക് സീക്വൻസ് എന്ന് പറഞ്ഞാൽ ഒരു സീക്വൻസിലെ ടേംസ്, ഇപ്പോൾ സീക്വൻസ് an ആണ് തന്നിരിക്കുന്നതെങ്കിൽ ആ സീക്വൻസിലെ ടേംസ് ഫസ്റ്റ് ടേം, സെക്കൻഡ് ടേം, തേർഡ് ടേം അങ്ങനെ നമ്മൾ എടുക്കുമ്പോൾ അത് ഇൻക്രീസ് ചെയ്ത് പോവുകയോ അല്ലെങ്കിൽ ഡിക്രീസ് ചെയ്ത് വരികയോ ചെയ്യുകയാണ് എങ്കിൽ അത്തരത്തിലുള്ള സീക്വൻസുകളെ നമുക്ക് മോണോട്ടോണിക് സീക്വൻസുകൾ എന്ന് പറയാം. അത് ഇൻക്രീസിങ് ആണെങ്കിൽ നമ്മൾ മോണോട്ടോണിക് ഇൻക്രീസിങ് സീക്വൻസ് എന്ന് പറയും. ഡിക്രീസിങ് ആണെങ്കിൽ മോണോട്ടോണിക് ഡിക്രീസിങ് സീക്വൻസ് എന്ന് പറയും. ഇൻക്രീസിങ് ഓർ ഡിക്രീസിങ് രണ്ടും കൂടെ ക്ലബ് ചെയ്തിട്ടാണ് നമ്മൾ മോണോട്ടോണിക് സീക്വൻസ് എന്ന് പറയാറ് കേട്ടോ. അപ്പോൾ ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ എല്ലാം ഇങ്ങനെ ഇൻക്രീസ് ചെയ്ത് പോകണം. അതാണ് മോണോട്ടോണിക് ഇൻക്രീസിങ്. ഡിക്രീസ് ചെയ്യുകയാണെങ്കിൽ എല്ലാം ഇങ്ങനെ ഡിക്രീസ് ചെയ്ത് പോകണം. അതാണ് മോണോട്ടോണിക് ഡിക്രീസിങ് സീക്വൻസ്. ഓക്കെ. അപ്പം അങ്ങനെ രണ്ട് ടൈപ്പ്. ഇനി ഒരു എക്സാമ്പിൾ, ഷോ ദാറ്റ് ദ സീക്വൻസ് n/n+1 ഈസ് ഇൻക്രീസിങ് സീക്വൻസ് ആണ് എന്നാണ് നമുക്ക് കാണിക്കേണ്ടത്. അപ്പോൾ an തന്നിരിക്കുന്നത് n/n+1 ആണ്. അപ്പോൾ ഇൻക്രീസിങ് ആണെന്ന് കാണിക്കാനായിട്ട് നമ്മൾ എന്ത് കാണിക്കണം? an+1 ചെറുതാണ് എന്ന് കാണിക്കല്ലേ വേണ്ടത്. തൊട്ട് മുമ്പത്തെ ടേം അതിനുശേഷമുള്ള ടേമിനേക്കാളും ചെറുതാണ്. an ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു an+1 എന്ന് കാണിക്കണം അല്ലേ. അതായത് an എന്ന് പറഞ്ഞാൽ n/n+1, an+1 എന്ന് പറഞ്ഞാൽ n+1/n+1+1. n-ൻ്റെ ബേസിൽ n+1 ആക്കിയതാണ് an+1 കിട്ടുക അല്ലേ.
അപ്പോൾ n by n plus 1 is less than or equal to n plus 1 by n plus 2 എന്ന് കാണിച്ചാൽ മതി അല്ലേ. അപ്പോൾ ഇത് ടു ഷോ ദാറ്റ് ദിസ് ഇൻഇക്വാലിറ്റി ഈസ് ട്രൂ വി ഒബ്റ്റൈൻ ദ ഫോളോയിങ് ഇക്വാലന്റ് ഇൻഇക്വാലിറ്റീസ്. അപ്പോൾ ഇത് കാണിക്കുന്നതിന് പകരം നമ്മളിതിൻ്റെ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ, അതായത് n ഇൻറ്റു n പ്ലസ് 2 ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു n പ്ലസ് 1 ഇൻറ്റു n പ്ലസ് 1 എന്ന് കാണിച്ചാൽ മതി. അതായത് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ശരിയാണ് എന്ന് കാണിച്ചാൽ മതി. n ഇൻറ്റു n പ്ലസ് 2 ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു n പ്ലസ് 1 ഇൻറ്റു n പ്ലസ് 1 എന്ന് കാണിച്ചാൽ മതി. അതായത് n ഇൻറ്റു n പ്ലസ് 2 എന്ന് പറഞ്ഞാൽ n സ്ക്വയർ പ്ലസ് 2n ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു n സ്ക്വയർ പ്ലസ് 2n പ്ലസ് 1 ഇത് മൾട്ടിപ്ലൈ ചെയ്തത് എന്ന് കാണിച്ചാൽ മതി. n സ്ക്വയർ പ്ലസ് 2n രണ്ട് സൈഡിലും ഉണ്ട്, അത് രണ്ടും രണ്ട് സൈഡിൽ നിന്നും ക്യാൻസൽ ചെയ്ത് കളഞ്ഞാൽ 0 ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 എന്ന് കാണിച്ചാൽ മതി, വിച്ച് ഈസ് ട്രൂ ഫോർ n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ 1. 0 ഈസ് ഓൾവേസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 അല്ലേ. 0 ഈസ് ഓൾവേസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 എന്നുള്ളത് ട്രൂ ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, നമ്മൾ ആദ്യം പറഞ്ഞ കാര്യം ശരിയാണെന്ന് പറയാം. അതിന് ഓൾട്ടർനേറ്റ് ആയിട്ട് ഇത് കാണിച്ചാൽ മതി ഇത് കാണിച്ചാൽ മതി എന്ന് പറഞ്ഞ് പോയിട്ടാണ് നമുക്ക് ലാസ്റ്റ് എപ്പോഴും ട്രൂ ആയിട്ടുള്ള ഒരു കാര്യം കിട്ടിയത്. അപ്പോൾ 0 ഈസ് ഓൾവേസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1, therefore our assumption an ലെസ് ദാൻ ഓർ ഈക്വൽ ടു an പ്ലസ് 1 ഈസ് ഓൾവേസ് ട്രൂ. അതുകൊണ്ട് സീക്വൻസ് an നമുക്ക് ഒരു ഇൻക്രീസിങ് സീക്വൻസ് ആണ് എന്ന് പറയാം. അതിൻ്റെ തന്നെ ഒരു ഓൾട്ടർനേറ്റീവ് മെത്തേഡ് ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ, ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം. ഓക്കെ, അടുത്തത് ഷോ ദാറ്റ് ദ സീക്വൻസ് n by e raised to n ഈസ് എ ഡിക്രീസിങ് സീക്വൻസ് എന്ന് കാണിക്കാനാണ്. അപ്പോൾ ഡിക്രീസിങ് എന്ന് കാണിക്കണമെങ്കിൽ എന്ത് കാണിക്കണം, an വലുതാണ് an പ്ലസ് 1, an ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു an പ്ലസ് 1 എന്നുള്ളത് കാണിച്ചാൽ മതി. അതായത് ചെറുതായി പോവല്ലേ, അപ്പോൾ an ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു an പ്ലസ് 1 എന്ന് കാണിച്ചാൽ മതി. നമ്മുടെ an എന്ന് പറഞ്ഞാൽ n by e raised to n ആണ്. an പ്ലസ് 1 എന്ന് പറഞ്ഞാൽ n പ്ലസ് 1 by e raised to n പ്ലസ് 1, n ഉള്ളിടത്തെല്ലാം n പ്ലസ് 1 ആക്കിയാൽ മതി. ഇത് കാണിക്കണം എന്ന് വെച്ചാൽ ഇതിൻ്റെ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ എടുത്താൽ n ഇൻറ്റു ഇ റേസ് ടു n പ്ലസ് 1 ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു n പ്ലസ് 1 ഇൻറ്റു ഇ റേസ് ടു n എന്ന് കാണിച്ചാൽ മതി. ദാറ്റ് ഈസ് n ഇൻറ്റു ഇ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു n പ്ലസ് 1 എന്ന് കാണിച്ചാൽ മതി. കാരണം ഇ റേസ് ടു n പ്ലസ് 1 എന്ന് പറഞ്ഞാൽ ഇ റേസ് ടു n ഇൻറ്റു ഇ ആണ്. അതുപോലെ ഇവിടെ ഒരു ഇ റേസ് ടു n ഉണ്ട് അല്ലേ. അപ്പോൾ ആ ഇ റേസ് ടു n രണ്ട് സൈഡിൽ നിന്നും ക്യാൻസൽ ചെയ്ത് കളഞ്ഞാൽ ഇവിടെ n ഇൻറ്റു ഇ ആണ് ബാക്കി ഉണ്ടാവുക, ഇപ്പുറത്ത് n പ്ലസ് 1 ആണ് ബാക്കി ഉണ്ടാവുക. അപ്പോൾ n ഇൻറ്റു ഇ ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു n പ്ലസ് 1 എന്ന് കാണിച്ചാൽ മതി. ഇനി ഇതിൽ നിന്ന് ഈ എന്നിനെ ഇപ്പുറത്തേക്ക് നമ്മൾ ഈ ഇക്വേഷൻ്റെ അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും കൊണ്ടുപോകുന്ന പോലെ ഈ എന്നിനെ ഈ സൈഡിലേക്ക് ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ n e മൈനസ് n ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1. രണ്ടിൽ നിന്നും കോമൺ ആയിട്ട് n ഔട്ട് സൈഡ് എടുത്താൽ n ഇൻറ്റു ഇ മൈനസ് 1 ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 എന്ന് കാണിച്ചാൽ മതി അല്ലേ. അപ്പോൾ n ഇൻറ്റു ഇ മൈനസ് 1 എന്ന് പറഞ്ഞാൽ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ആണ്. n ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 എന്നുള്ളത് കാണിക്കണം, അല്ല തന്നിട്ടുണ്ട്, നമ്മുടെ ഡെഫിനേഷനിലുള്ളതാണ്. അപ്പോൾ n ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ആണ്. മാത്രമല്ല ഇയുടെ വാല്യൂ 2 പോയിൻറ്റ് സംതിങ് ആണ്. അപ്പോൾ 2 പോയിൻറ്റ് സംതിങ് മൈനസ് 1 എന്ന് പറഞ്ഞാൽ 1 പോയിൻറ്റ് സംതിങ് ഇൻറ്റു 1 1നേക്കാൾ മുകളിലുള്ളൊരു ക്വാണ്ടിറ്റിയോ വരുമ്പോൾ ഉറപ്പായിട്ടും ഇത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ആയിരിക്കും, വിച്ച് ഈസ് ഓൾവേസ് ട്രൂ. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതും എപ്പോഴും ട്രൂ ആയിട്ടുള്ളൊരു കാര്യമാണ്. therefore എന്ത് പറയാം, ഈ ഇൻഇക്വാലിറ്റി ട്രൂ ആയതുകൊണ്ട് നമ്മൾ ആദ്യം പറഞ്ഞത് an ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു an പ്ലസ് 1 എന്നുള്ളത് ട്രൂ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഈ സീക്വൻസ് ഒരു ഡിക്രീസിങ് സീക്വൻസ് ആയിരിക്കും. ഓക്കെ, അപ്പം അടുത്ത ഡെഫിനേഷൻ നോക്കാം. ബൗണ്ടഡ് സീക്വൻസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറയുന്നത്, a sequence an is bounded above if there exists a number capital M such that an less than or equal to capital M for all n greater than or equal to 1. n greater than or equal to 1 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടൈം സെക്കൻഡ് ടൈം അങ്ങനെ മുതലുള്ള എല്ലാ ടേംസും ഒരു പർട്ടിക്കുലർ വാല്യൂവിനേക്കാളും ചെറുതായിരിക്കും. സേ ഇപ്പോൾ m ഈക്വൽ ടു 100 എന്നെടുത്തു, 100 വിട്ടിട്ട് ഒരു ടേമും അങ്ങോട്ട് മുകളിലേക്ക് പോകുന്നില്ല. ഒരു സീക്വൻസിനകത്തെ എല്ലാ ടേമും ഒരു പർട്ടിക്കുലർ കോൺസ്റ്റന്റ് വാല്യൂവിനേക്കാളും ചെറുതായിരിക്കും എന്ന് പറയാൻ തക്ക വിധത്തിൽ ഇങ്ങനെ ഒരു കോൺസ്റ്റന്റ് എമ്മിനെ കണ്ടുപിടിക്കാൻ പറ്റുമെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് ദിസ് സീക്വൻസ് ഈസ് ബൗണ്ടഡ് എബവ്. അതുപോലെ തന്നെ ഒരു പർട്ടിക്കുലർ നമ്പറിനേക്കാളും ഒരു പർട്ടിക്കുലർ കോൺസ്റ്റന്റിനേക്കാളും എം ഈസ് ഓൾവേസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു an. എല്ലാ anകളും ഒരു പർട്ടിക്കുലർ കോൺസ്റ്റന്റിനേക്കാളും വലുതായിരിക്കും. അപ്പോൾ അതിൻ്റെ ലോവർ ആയിട്ടൊരു വാല്യൂ, ഇവിടെ നമുക്ക് അപ്പർ ആയിട്ടൊരു വാല്യൂ ആണ് കിട്ടുക, ഇവിടെ നമുക്ക് ലോവർ ആയിട്ടൊരു വാല്യൂ. സീക്വൻസിൽ എല്ലാ ടേംസും ഇത് ഹോൾഡ് ചെയ്യണം കേട്ടോ, A1 A2 A3 അങ്ങനെയുള്ള എല്ലാ ടേംസും ഇത് ഹോൾഡ് ചെയ്യണം. അതെല്ലാം എമ്മിനേക്കാളും വലുതായിരിക്കും എന്ന രീതിയിൽ ഒരു ചെറിയ വാല്യൂ എമ്മിനെയും
ഈ വാല്യൂസ് എല്ലാം എമ്മിനേക്കാളും ക്യാപിറ്റൽ എമ്മിനേക്കാളും ചെറുതായിരിക്കും എന്നുള്ള രീതിയിൽ ഒരു വലിയ വാല്യൂ ക്യാപിറ്റൽ എമ്മിനെയും അങ്ങനെ രണ്ട് ബൗണ്ടുകൾ ഇതിൽ ഈ ക്യാപിറ്റൽ എമ്മിനെ നമ്മൾ അതിൻ്റെ അപ്പർ ബൗണ്ട് എന്ന് പറയും, ഇതിനെ നമ്മൾ അതിൻ്റെ ലോവർ ബൗണ്ട് എന്ന് പറയും. ബൗണ്ടഡ് എബവ് ആണ് ബൗണ്ടഡ് ബിലോയും ആണ് എങ്കിൽ നമ്മൾ ആ സീക്വൻസ് ബൗണ്ടഡ് ആണെന്ന് പറയും. അപ്പോൾ ഇത് ബൗണ്ടഡ് എബവ് എന്നാണ് പറയുക, ഇത് ബൗണ്ടഡ് ബിലോ എന്നാണ് പറയുക. രണ്ടും കൂടി ഉണ്ട് എങ്കിൽ സീക്വൻസ് ഈസ് ബൗണ്ടഡ് എന്ന് പറയും. ഓക്കെ.